ആ ബാബുച്ചേട്ടാ. ആ എന്താ ഈ പണിയുണ്ടായിരുന്നു? രാത്രിയായല്ലേ? പിന്നെ ഈസ്റ്ററിന് പരിപാടിയൊന്നും നാടകമൊന്നും കണ്ടില്ലല്ലോ. താല്പര്യമുണ്ട്, പക്ഷെ നമുക്ക് പോകാൻ സമയമില്ലാത്തതുകൊണ്ടും ആണ്. പുതിയ നാടകമൊന്നും ഇല്ലായിരുന്നു? അപ്പോൾ പുതിയ ആഗ്രഹമുണ്ട്, നമ്മളൊന്നും പോയില്ലല്ലേ? ആ ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി. ഇതാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട വാടകേൽക്കാരുടെ ബാബുച്ചേട്ടൻ. ഞങ്ങൾ ബാബുണ്ണ എന്നാണ് വിളിക്കുന്നത്. ആൾ നല്ലൊരു കലാകാരനാണ്, പ്രത്യേകിച്ച് നാടകങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കലാകാരനാണ്. അദ്ദേഹം നിരവധി നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. കാരണം പള്ളിപ്പെരുന്നാളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ബൈബിൾ നാടകങ്ങളിലുമൊക്കെ അദ്ദേഹം ഒരുപാട് നാടകങ്ങൾ ചെയ്തിരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം നല്ലൊരു കലാകാരനാണ്. അദ്ദേഹം പണ്ട് അഭിനയിച്ച നാടകത്തിൻ്റെ ഡയലോഗുകൾ നമുക്ക് കേൾക്കാം. ബാബുണ്ണ അണ്ണാ, നമ്മുടെ മറ്റേ പഴയ ബൈബിൾ നാടകം ഉണ്ടല്ലോ, എന്താ അതിൻ്റെ പേരെന്തായിരുന്നു? വിശുദ്ധ സെബാസ്റ്റ്യാനോസ്. അപ്പോൾ അതിനകത്ത് ആ ഒരു ഞങ്ങൾക്ക് എപ്പോഴും പറഞ്ഞു തരുന്ന ആ ഡയലോഗില്ലേ, അത് എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി ഒന്ന് പറയാം. ഞാൻ കണ്ടു ആ കാഴ്ച. ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ കുർത്തുണ്ട് മറ്റു കെട്ടിയിട്ട് അമ്പേറ്റ് വിലാൽ പറയുന്ന നമ്മുടെ സേനാനായകനായ സെബാസ്റ്റ്യാനോസ്. ആ കാഴ്ച കണ്ടു നിൽക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല. യേശുവായ വിശ്വാസം മുറുകെ പിടിച്ച് ആ യേശുവിന് വേണ്ടി ഇത്ര പേര് സഹിക്കുവാൻ ആരാണ് യേശു? ആ തിരുമുഖം ദർശിക്കുവാൻ എനിക്ക് കൊതിയാകുന്നു. അണ്ണാ, വയോജനങ്ങളുടെ ശ്രദ്ധയ്ക്കെന്ന് പറഞ്ഞാൽ ഒരു നാടകം ചെയ്യാറുണ്ട്. അതിനകത്ത് ആ വാസുക്കുട്ടി എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഇല്ലേ, ആ ഡയലോഗ് ഒന്ന് പറഞ്ഞ പറഞ്ഞേ. വാർദ്ധക്യം എന്നെ വല്ലാതെ മത്തുപിടിപ്പിച്ചു. ദൂരയാത്രകൾ വയ്യ. എന്റെ ഭാര്യ മരിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞു. അവസാനമായി അവളുടെ മുഖമെങ്കിലും ഒന്ന് കണ്ടിരുന്നെങ്കിൽ. സത്യം പറഞ്ഞ ഡയലോഗുകളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ പഴയ കാലത്തിലേക്ക് പോയി. എന്തായാലും അണ്ണൻ തീർച്ചയായിട്ടും ഇത് നിർത്തരുത്. അണ്ണൻ ഇത് തുടർന്നുകൊണ്ടേയിരിക്കുക. ഞങ്ങളെപ്പോലുള്ള എളിയ കലാകാരന്മാർക്ക് അണ്ണനൊരു ഇൻസ്പിറേഷൻ തന്നെയാണ്. ചെറിയൊരു പഴയ കലാകാരനാണ്, നമുക്ക് അത്രയൊന്നും ഇല്ല എങ്കിലും ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് നമുക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയതും. അങ്ങനെയൊക്കെ വന്ന് നമ്മൾ